students, welcome to X and Y Learning NMMS lecture series. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിന്റെ NMMSമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇങ്ങനെ മൂന്നായിട്ടാണല്ലോ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഏത് കാലഘട്ടം മുതലാണ് തുടങ്ങുന്നത്? ഇപ്പം നമുക്ക് ആൻഷ്യൻ പീരീഡ് ഏത് കാലഘട്ടം മുതലാണ് തുടങ്ങുന്നത് നോക്കിയാലോ. ആൻഷ്യൻ പീരീഡ് ആദ്യകാല മനുഷ്യ ജീവിതം ആരംഭിച്ചത് മുതൽ എൻഡ് ഓഫ് ഗുപ്ത എംപയർ വരെയാണ് ആൻഷ്യൻ പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ വേദിക് ഏജ് പഠിക്കാനുണ്ട്, ജൈനിസം ആൻഡ് ബുദ്ധിസം, പിന്നെ മൗര്യൻ എംപയറും ഗുപ്തൻ എംപയറും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാചീന ശിലായുഗം. മീസോലിത്തിക് ഏജ് മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ചെമ്പ് യുഗം. ഇങ്ങനെ 4 പീരീഡായിട്ടാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കണക്കാക്കുന്നത്. ഇതിൽ പാലിയോലിത്തിക് ഏജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഏർലിയസ്റ്റ് ഹ്യൂമൻസ് ഹണ്ടർ ഗാദറേഴ്സ്. ആദ്യ മനുഷ്യർ എന്ന് പറഞ്ഞാൽ വേട്ടയാടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിച്ചിരുന്നവരായിരുന്നു ആദ്യ മനുഷ്യർ. അതുപോലെ തന്നെ അവർ കല്ലുകൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഗുഹകളിലും റോക്ക് ഷെൽട്ടേഴ്സിലും ഒക്കെ ആയിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ബിംബേഡ്ക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്ക് ഷെൽട്ടറാണ്. അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ബിംബേഡ്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്ക് ഷെൽട്ടറാണ്. പിന്നെ തീ കണ്ടുപിടിച്ചത് ഈ പാലിയോലിത്തിക് ഏജിലാണ്. രണ്ടാമത് പറയുന്നത് മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് പറഞ്ഞാൽ മധ്യശിലായുഗം. മധ്യശിലായുഗത്തിൽ നമുക്ക് പറയുന്നത് ചെറിയ കല്ലുകളാണ് അവിടെ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അലഞ്ഞു തിരിഞ്ഞ് വാൻഡറിങ് ലൈഫ് നയിച്ചിരുന്നവർ സെമി നൊമാഡിക് ലൈഫായി. അഥവാ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയിട്ടില്ലെങ്കിലും കുറച്ചു കാലം ഒരു സ്ഥലത്ത് ജീവിച്ച് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സെമി നൊമാഡിക് ലൈഫായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. കന്നുകാലി മൃഗങ്ങളെ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോക്ക് ആർട്ട് ഡെവലപ്സ്. പാറകളിലും ഗുഹകളിലൊക്കെ ഉള്ള കലകളൊക്കെ ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ നവീന ശിലായുഗം. ഈ ശിലായുഗത്തിൽ ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അഗ്രികൾച്ചർ ബിഗിൻസ്. കൃഷി ആരംഭിച്ച കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോട്രി, പോളിഷ്ഡ് ടൂൾസ്, മൺപാത്ര നിർമ്മാണങ്ങളും മിനുക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ പെർമനന്റ് സെറ്റിൽമെന്റ്. ഇവർ ആദ്യ മനുഷ്യർ പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് സ്ഥിര താമസമാക്കിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഡൊമസ്റ്റിക്കേറ്റഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മൃഗങ്ങളും സസ്യങ്ങളും പ്ലാന്റ്സും ആനിമൽസും അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ചാൽക്കോലിത്തിക് ഏജ്. ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ, കോപ്പർ ഉപയോഗിക്കാൻ, കല്ലിനോടൊപ്പം തന്നെ കോപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ചാൽക്കോലിത്തിക് ഏജ്. ആ പീരീഡ് ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലാണ് ചാൽക്കോലിത്തിക് ഏജ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ വില്ലേജ് സെറ്റിൽമെന്റ്സ് ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സും ട്രേഡും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പറയാണ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഇതിനേക്കാളും കുറേ നമുക്ക് പറയാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ അടുത്തത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരം. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ ഒരു പീരീഡ് തുടങ്ങിയത് 2500 മുതൽ 1900 BC വരെയുള്ള ഒരു പീരീഡാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ഹാരപ്പ, മൊഹൻജൊദാരോ, ധോളവീര, ലോത്താൾ. ഇതൊക്കെയാണ് ഹാരപ്പ, മൊഹൻജൊദാരോ, ധോളവീര, ലോത്താൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാന സിറ്റീസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് പ്ലാനഡ് സിറ്റീസ്, ആസൂത്രിതമായിട്ടുള്ള നഗരങ്ങൾ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ഡ്രൈനേജ് സിസ്റ്റം, അവരുടെ ഒരു അഴുക്കുചാൽ നിർമ്മാണം വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാനറീസ്, ഗ്രേറ്റ് ബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഇവയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബ്രോൺസ് ഡാൻസിങ് ഗേൾ സ്റ്റാച്യു ഡിസ്കവേർഡ് അറ്റ് മോഹൻജദാരോ. മോഹൻജദാരോയിൽ നിന്ന് കണ്ടുപിടിച്ച നൃത്തം വെക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമ. ഇത് ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി ഡിക്ലൈൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിക്കാനുള്ള കാരണമാണ് പറയുന്നത്. ഫ്ലഡ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻവേഷൻ, ഡിക്ലൈൻ ഇൻ ട്രേഡ്. ഇത്രയും കാര്യങ്ങൾ, ഫ്ലഡ്, വെള്ളപ്പൊക്കം, ക്ലൈമറ്റിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇൻവേഷൻസ്, മറ്റുള്ളവർ ആധിപത്യം നടത്തിയത്, ഡിക്ലൈൻ ഇൻ ട്രേഡ്, ട്രേഡിൽ ഉണ്ടായിട്ടുള്ള തകർച്ച. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡിക്ലൈനിൽ പറയുന്നത്. ഓക്കെ. പിന്നെ ഇത് കൂടാതെ വൈദിക് ഏജും പിന്നെ പുതിയ മതങ്ങളായിട്ടുള്ള ജൈനിസം, ബുദ്ധിസത്തിൻ്റെ ഒക്കെ എമർജൻസും, മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ, ഇവയെക്കുറിച്ചൊക്കെ ഈ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെയാണ് പറയുന്നത്. നമുക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോയാലോ? പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും സെറ്റാണോ? ഓക്കെ, എന്നാൽ നമുക്ക് പോയാലോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നിയോലിത്തിക് സൈറ്റ് ഫ്രം എമംഗ് ദി ഇന്ത്യൻ പ്ലേസസ് ഗിവൺ ബെലോ. താഴെ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നവീന ശിലായുഗ കേന്ദ്രം കണ്ടെത്തുക. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്താ? കേരളത്തിലെ എടക്കൽ ഗുഹ, ബി രാജസ്ഥാനിലെ ബാഗോർ, സി മധ്യപ്രദേശിലെ ആദംഘട്ട്, ഡി കർണാടകത്തിലെ ഹൻസഗി. ഏതായിരിക്കും? നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നിങ്ങളിൽ ഒരുപാട് പേര് പോയി വിസിറ്റ് ചെയ്ത സ്ഥലമാണല്ലോ. അതെ, ഓപ്ഷൻ എ കേരളത്തിലെ എടക്കൽ ഗുഹയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എടക്കൽ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു നിയോലിത്തിക് സൈറ്റ് ആണ്. അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കൊത്തുപണികളും സ്റ്റോൺ ടൂൾസ് ഒക്കെ ഇതിന് നിയോലിത്തിക് സൈറ്റ് ആണ് എന്നതിനുള്ള എവിഡൻസ് ആണ്. ഓക്കെ. രാജസ്ഥാനിലെ ബാഗോർ എന്ന് പറയുന്നത് ഒരു ചാൽക്കോലിത്തിക് സൈറ്റ് ആണ്. പിന്നെ മധ്യപ്രദേശിലെ ആദംഘട്ട് എന്ന് പറഞ്ഞാൽ പാലിയോലിത്തിക് സൈറ്റ് ആണ്. അതുപോലെ തന്നെ കർണാടകത്തിലെ ഹൻസയ്ക്കും ലോവർ പാലിയോലിത്തിക് സൈറ്റ് ആണ്. ഇത് ആദംഘട്ട് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ആൻഡ് മീസോലിത്തിക് സൈറ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നിയോലിത്തിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയോലിത്തിക് സൈറ്റ് ആണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? വിച്ച് പ്ലേസ് എമംഗ് ദി ഫോളോയിങ് പ്ലേസസ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ചാൽക്കോലിത്തിക് പീരീഡ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് ചാൽക്കോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ ബാഗോർ, ഓപ്ഷൻ ബി മെഹർഗഡ്, ഓപ്ഷൻ സി ഭീംബേഡ്ക, ഓപ്ഷൻ ഡി എടക്കൽ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എടക്കൽ കേവ് അല്ല, എടക്കൽ കേവ് നിയോലിത്തിക് സൈറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അവിടെ പറഞ്ഞു രാജസ്ഥാനിലെ ബാഗോർ എന്ന് പറയുന്നത് ഒരു ചാൽക്കോലിത്തിക് സൈറ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ ബാഗോർ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓപ്ഷൻ എ ആണ് ചാൽക്കോലിത്തിക് സൈറ്റ്. ബാഗോർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി മെഹർഗഡ്. മെഹർഗഡ് എന്ന് പറഞ്ഞാൽ ഒരു നിയോലിത്തിക് സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഭീംബേഡ്ക എന്ന് പറഞ്ഞാൽ ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭീംബേഡ്ക എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്ക് ഷെൽട്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഓപ്ഷൻ എ ആണ് ചാൽക്കോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ട്. ബാഗോർ ആണ് ചാൽക്കോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബാഗോർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is the incorrect statement about the Mesolithic period in human life? മനുഷ്യജീവിതത്തിലെ മീസോലിത്തിക് കാലഘട്ടത്തിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മീസോലിത്തിക് പീരീഡിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ ഒറ്റൊന്ന് മീസോലിത്തിക് പീരീഡിലത്തെ ഫീച്ചർ അല്ല. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? മനുഷ്യർ നായ്ക്കളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങി. നമ്മൾ നേരത്തെ മീസോലിത്തിക് പീരീഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. മനുഷ്യർ ഒരു സ്ഥലത്ത് സ്ഥിരവാസം തുടങ്ങി. ആദിമ മനുഷ്യർ ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുവാൻ തുടങ്ങി. ഓപ്ഷൻ ഡി മനുഷ്യർ കൃഷി ആരംഭിച്ചു. ഏതായിരിക്കും? ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മനുഷ്യർ കൃഷി ആരംഭിച്ചു എന്നുള്ളത് ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? നിയോലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ?
നിയോലിത്തിക് ഏജിലാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന എന്താണ്? മനുഷ്യർ കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. മീസോലിത്തിക് പീരീഡിൽ മനുഷ്യർ മൃഗങ്ങളെ വളർത്തുവാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനുഷ്യർ ഒരു സ്ഥിര സ്ഥലത്ത് സ്ഥിരവാസം തുടങ്ങി. പിന്നെ അവര് ആഭരണങ്ങളും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് മൂന്നും മീസോലിത്തിക് കാലഘട്ടത്തിലെ ഫീച്ചറാണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 4ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following evidences of Paleolithic period point to the collectivity of early human being in their everyday life? താഴെ പറയുന്നവയിൽ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ആദിമ മനുഷ്യന്റെ നിത്യജീവിതത്തിലെ കൂട്ടായ്മ പ്രവർത്തനം സൂചിപ്പിക്കുന്ന തെളിവ്. അഥവാ ആദ്യകാലങ്ങളിൽ മനുഷ്യന്മാർ കൂട്ടമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് എന്താണ് ഈ താഴെ പറയുന്നവയിൽ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ശിലാ ആയുധങ്ങൾ. ഓപ്ഷൻ എ പറയുന്നത് ശിലാ ആയുധങ്ങൾ, ഓപ്ഷൻ ബി പറയുന്നത് ഗുഹാചിത്രങ്ങൾ, ഓപ്ഷൻ സി മനുഷ്യന്റെ അസ്ഥികൾ, ഓപ്ഷൻ ഡി മരത്തിന്റെ കഷ്ണങ്ങൾ. ഏതായിരിക്കും? ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് ചിന്തിച്ചാൽ കിട്ടും. ഏതായിരിക്കും? കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തിലൂടെ ആയിരിക്കും? ഓഫ് കോഴ്സ് ഗുഹാചിത്രങ്ങളിലൂടെ ആയിരിക്കൂലേ. കൂട്ടായ്മ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ശില ആയുധങ്ങൾ വെച്ച് കൂട്ടായ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലല്ലോ. മനുഷ്യന്റെ അസ്ഥികൾ, അതിലൂടെ നമുക്ക് കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. മരത്തിന്റെ കഷ്ണങ്ങൾ, ഇതും നമുക്ക് അവരുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നില്ല, തെളിവല്ല. അപ്പൊ ഈ ഓപ്ഷനുകൾ ഗുഹാചിത്രങ്ങൾ ആണ് കൂട്ടായ പ്രവർത്തനം സൂചിപ്പിക്കുന്നതിനുള്ള തെളിവ്. ഓക്കെ, സെറ്റാണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following Paleolithic sites in India is correctly matched? താഴെ പറയുന്ന ഇന്ത്യൻ പാലിയോലിത്തിക് സൈറ്റുകളിൽ ശരിയായത് ഏതാണെന്നാണ്. കുറച്ച് തന്നിട്ടുണ്ട്, ഇതിന് നേരെ വേറെ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ്. പാലിയോലിത്തിക് സൈറ്റുകളിൽ ശരിയായി ബന്ധപ്പെട്ട ഏതാണെന്നാണ്. അപ്പം പാലിയോലിത്തിക് സൈറ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നാഗാർജുനകൊണ്ട, ആന്ധ്രാപ്രദേശിലുള്ള നാഗാർജുനകൊണ്ട. നാഗാർജുനകൊണ്ട എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അത് പാലിയോലിത്തിക് സൈറ്റുമാണ്. പക്ഷേ അത് കൂടുതലായിട്ടും അറിയപ്പെടുന്നത് ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിട്ടാണ്. ഓക്കെ, പിന്നെ ബിംബേഡ്ക രാജസ്ഥാനിലുള്ള ബിംബേഡ്ക. അപ്പം ബിംബേഡ്ക എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലല്ല, മധ്യപ്രദേശിലാണ്. അപ്പം ഇതും തെറ്റാണ്. ആദ്യത്തേത് തെറ്റാണ്, ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബിംബേഡ്ക എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലല്ല, മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ നർമ്മദ വാലി ഹരിയാനയിലല്ല, പാലിയോലിത്തിക് സൈറ്റ് ആണ്, പക്ഷെ ഹരിയാനയിലല്ല, മധ്യപ്രദേശിൽ തന്നെയാണ്. പിന്നെ കുർണൂൽ കേവ്സ്, ആന്ധ്രാപ്രദേശിലെ കുർണൂൽ കേവ്സ് ആണ് പാലിയോലിത്തിക് സൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ലസാക്സ് കേവ് പെയിന്റിങ്സ് ഓഫ് ദി പാലിയോലിത്തിക് പീരീഡ് ആർ ലൊക്കേറ്റഡ് ഇൻ. പാലിയോലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിംഗ് ആണ് ലസാക്സ് കേവ് പെയിൻറ്റിങ്സ്. എന്താണ് ലസാക്സ് കേവ് പെയിൻറ്റിങ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്, പാലിയോലിത്തിക് സൈറ്റും പീരീഡുമായി ബന്ധപ്പെട്ടതാണ്, കേവ് പെയിൻറ്റിംഗ് ആണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ലസാക്സ് കേവ് പെയിൻറ്റിംഗ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, ഫ്രാൻസ്. ഇത് 4ആണ് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. ലസാക്സ് കേട്ടണോ? കേവ് പെയിൻറ്റിംഗ്, ലസാക്സ് കേവ് പെയിൻറ്റിംഗ്. ഫ്രാൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ്. ലസാക്സ് കേവ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലിയോലിത്തിക് സൈറ്റ് ആണ്. ഫ്രാൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഫ്രാൻസിലാണ് ഇത് കണ്ടെടുത്തിട്ടുള്ളത്. ദ അപ്പർ പാലിയോലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ ലസാക്സ് കേവ് പെയിൻറ്റിംഗ്. ഇത് വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വേൾഡ് ഫേമസ് ആണ് ഈ ലസാക്സ് കേവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ലസാക്സ് കേവ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഇതിൽ അവർ കളർഫുൾ ആയിട്ടുള്ള നിറങ്ങളൊക്കെ, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ആനിമൽസിൻ്റെ ഡെപ്പിക്ഷൻസ് ഒക്കെ അവർ വരച്ചിട്ടുണ്ട്. ഡിയർ, ബുള്ള്, അങ്ങനത്തെ അനിമൽസിനെ അവർ
ഈ ഒരു ഗുഹാചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത് വേൾഡിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജെറിച്ചോ ഇൻ പലസ്തീൻ has become a famous place in the history of the Neolithic phase in human history. What was discovered from this place? മനുഷ്യ ചരിത്രത്തിലെ നവീന ശിലായുഗ കാലഘട്ടത്തിലെ സുപ്രധാന സ്ഥലമാണ് പലസ്തീനിലെ ജെറിച്ചോ. ജെറിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു പലസ്തീനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയോലിത്തിക് നവീന ശിലായുഗ കേന്ദ്രമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജെറിച്ചോ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പലസ്തീനിലെ ഒരു സ്ഥലമാണ് ജെറിച്ചോ. പിന്നെ നവീന ശിലായുഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് എന്താണ് കണ്ടെത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പം ഓപ്ഷൻ എ പറയുന്നത് കലപ്പ ഉപയോഗിച്ചുള്ള കൃഷിയുടെ തെളിവ്. ഓപ്ഷൻ ബി മരം കൊണ്ട് നിർമ്മിച്ച കുശവന്റെ ചക്രം കണ്ടെത്തി. ഓപ്ഷൻ സി ചക്രത്താൽ ചലിക്കുന്ന വണ്ടിയുടെ തെളിവ് കണ്ടെത്തി. ഓപ്ഷൻ ഡി കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമരുകളും വീടും കണ്ടെത്തി. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ വരുന്നത്, ജെറിച്ചോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ജെറിച്ചോ എന്നുള്ളത് പലസ്തീനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയോലിത്തിക് സൈറ്റ് ആണ്. ഇവിടെ നിന്നിട്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമരുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റാൻഡ്സ് ഫോർ ഉമണർ മെൻഷൻഡ് ഇൻ ദി ആൻഷ്യൻ തമിഴ് സംഘം ടെക്സ്റ്റ്? പുരാതന തമിഴ് സംഘം കൃതികളിൽ സൂചിപ്പിച്ച ഉമണർ എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? ഉമണർ സംഘം കൃതികളിൽ ഉമണർ എന്ന് പറയുന്നത് ആരാണെന്നാണ്. ഓപ്ഷൻ എ കപ്പൽ നിർമ്മാണം, ഓപ്ഷൻ ബി നെയ്ത്ത് ജോലി ചെയ്യുന്നവർ, ഓപ്ഷൻ സി ഉപ്പിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വ്യാപാരം, ഓപ്ഷൻ ഡി വരുമാനം പിടിച്ചെടുക്കുന്നവർ. ഇതിൽ ആരെയാണ് ഉമണർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് സംഘം കൃതികളിൽ. ഓപ്ഷൻ സി ഉപ്പിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വ്യാപാരം ചെയ്യുന്നവരെയാണ് ഉമണർ എന്ന് സംഘം കൃതികളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, തമിഴ് സംഘം കൃതികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന തമിഴ് സംഘം സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥം ഏത്? വിച്ച് എമംഗ് ദി തമിഴ് സംഘം ലിറ്റററി ടെക്സ്റ്റ് ഈസ് എ ഗ്രാമർ ടെക്സ്റ്റ്? താഴെ പറയുന്ന തമിഴ് സംഘം സാഹിത്യകൃതികളിൽ ഗ്രാമർ ടെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പറയുന്നത് മധുരൈ കാഞ്ചി, ഓപ്ഷൻ ബി പതിറ്റുപ്പത്ത്, ഓപ്ഷൻ സി തോൽക്കാപ്യം, ഓപ്ഷൻ ഡി മണിമേഖലൈ. കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഇപ്പൊ ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി തോൽക്കാപ്യം ആണ്. തോൽക്കാപ്യമാണ് ഗ്രാമർ ടെക്സ്റ്റ്. മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞാൽ സംഘം ലിറ്റററി വർക്കാണ്, ലിറ്റററി പോയമാണ് മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞാൽ. പതിറ്റുപത്ത് എന്ന് പറഞ്ഞാൽ സംഘം ആന്തോളജിയാണ്. മണിമേഖല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് എപ്പിക്കാണ്. അപ്പം ഓപ്ഷൻ സി തോൽക്കാപ്യമാണ് ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമർ ടെക്സ്റ്റ് തോൽക്കാപ്യം. ഓക്കെ, അടുത്തത് നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബുക്ക് എമംഗ് ദ ഫോളോയിങ് ഈസ് ഓതേർഡ് ബൈ ജോർഡൻ ചൈൽഡ്? ഗോൾഡൻ ചൈൽഡ് എഴുതിയ പുസ്തകം ഏതാണ് എന്നാണ് ചോദിച്ചത്. താഴെ പറയുന്നവയിൽ ഗോൾഡൻ ചൈൽഡ് എഴുതിയ പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ ദ കേവ് പെയിന്റിങ്സ്, ഓപ്ഷൻ ബി ദ നിയാൻഡർതാൽ റീഡിസ്കവേർഡ്, ഓപ്ഷൻ സി ദ ഫസ്റ്റ് ഹ്യൂമൻ, ഓപ്ഷൻ ഡി വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ഏതായിരിക്കും? ഓപ്ഷൻ ഡി വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ജോർഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റ് ആണ് ഗോർഡൻ ചൈൽഡ്. അപ്പം ഓപ്ഷൻ ഡി വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഗോർഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റ് ആണ് ഗോർഡൻ ചൈൽഡ്. അദ്ദേഹം ഏർലി ഹ്യൂമൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ച ഒരു സ്കോളറാണ്. അതുപോലെ തന്നെ അദ്ദേഹം 2 ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ 2 ടേംസ് ആണ് നിയോലിത്തിക് റെവല്യൂഷൻ ആൻഡ് അർബൻ റെവല്യൂഷൻ. നിയോലിത്തിക് റെവല്യൂഷൻ, അർബൻ റെവല്യൂഷൻ.
ഈ രണ്ട് ടേംസും ഗോൾഡൻ ചൈൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ടേംസ് ആണ്. നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഷിഫ്റ്റ് ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു ഫാമിങ്. നിയോലിത്തിക് റെവല്യൂഷനിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു ഫാമിങ്. ഒരു ഹണ്ടിങ് ഗാദറിങ് ലൈഫ് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ ഫാമിങ്ങിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെയാണ് അദ്ദേഹം നിയോലിത്തിക് റെവല്യൂഷനായിട്ട് യൂസ് ചെയ്തത്. അർബൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് ഫസ്റ്റ് സിറ്റീസിൻ്റെ റൈസിനെയാണ് അദ്ദേഹം അർബൻ റെവല്യൂഷനായിട്ട് ഈ ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. താഴെ പറയുന്നവയിൽ തെറ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഒരുപാട് പേരുകൾ താഴെ തന്നിട്ടുണ്ട്, അതിന് നേരെ കുറെ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ട് മാച്ച് ചെയ്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ പറയുന്നത് ക്യൂണിഫോം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഓപ്ഷൻ ബി ചെമ്പോലിയൻ ഹീറോഗ്ലിഫിക് ലിപി, ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ സംസ്കാരം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഓപ്ഷൻ ഡി ദ സ്ഫിങ്സ് സ്റ്റാച്യു മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. എന്താണ് ഇതിൽ തെറ്റായിട്ട് തന്നിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ദ സ്ഫിങ്സ് സ്റ്റാച്യു എന്നുള്ളതാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് നോക്കാം. ക്യൂണിഫോം എന്ന് പറയുന്നത് മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്, അപ്പോൾ അത് ശരിയാണ്. ചെമ്പോലിയൻ എന്ന് പറഞ്ഞാൽ ഹീറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്, ഹീറോഗ്ലിഫിക് ലിപി കണ്ടുപിടിച്ച ഡിസിഫർ ചെയ്ത ആളെ പേരാണ് ചെമ്പോലിയൻ. ജീൻ ഫ്രാങ്കോയിസ് ചെമ്പോലിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹമാണ് ഹീറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്, അതും കറക്റ്റാണ്. ദ സ്ഫിങ്സ് സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്, മെസൊപ്പൊട്ടേമിയൻ അല്ല, ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ഫിങ്സ് സ്റ്റാച്യു ആണ്. സ്ഫിങ്സ് സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വേർഡ് ഗവിഷ്ടി ഇൻ ഋഗ്വേദ സ്റ്റാൻഡ്സ് ഫോർ. ഋഗ്വേദത്തിലെ ഗവിഷ്ടി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് കന്നുകാലികൾക്കും കൃഷിയിടങ്ങൾക്കുമായുള്ള യുദ്ധം, ഓപ്ഷൻ ബി മാംസം ഭക്ഷിക്കുന്നതിലൂടെയുള്ള കന്നുകാലികളുടെ നാശം, ഓപ്ഷൻ സി കന്നുകാലികളെ കൊന്നൊടുക്കൽ, ഓപ്ഷൻ ഡി പാലിനും ഭക്ഷണത്തിനുമായി കന്നുകാലികളെ വളർത്തൽ. ഇതിൽ ഏതാണ് ഗവിഷ്ടി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. കന്നുകാലികൾക്കും കൃഷികൾക്കുമായുള്ള യുദ്ധം ആണ് ഗവിഷ്ടി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ് റെപ്രസെൻസ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? പാലിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്, പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. ഇതിൽ ഏതിനെയാണ് ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട പ്രതിനിധീകരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാലിയോലിത്തിക് ഏജിനെയും നിയോലിത്തിക് ഏജിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. പാലിയോലിത്തിക് ഏജിൽ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തതായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോലിത്തിക് ഏജ് ഏർലി ഫാമിംഗ് എവിഡൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ കൃഷിയുടെ ആരംഭത്തെ കുറിച്ചുള്ള എവിഡൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ടൂൾസ് അവർ യൂസ് ചെയ്തതായിട്ടുള്ള എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട പാലിയോലിത്തിക് ഏജിനെയും നിയോലിത്തിക് ഏജിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം കലിബംഗൻ മീൻസ്. കലിബംഗൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കറുത്ത കുന്ന്, മരിച്ചവരുടെ കുന്ന്, കറുത്ത വളകൾ, ദൈർഘ്യമുള്ള കോട്ട. ഇതിൽ ഏതാണ് കലിബംഗൻ എന്ന വാക്കിന് അർത്ഥം എന്നാണ് ഉദ്ദേശിച്ചത്? കലിബംഗൻ, കലി എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പ് എന്നാണ് അർത്ഥം. ബംഗൻ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ, കുന്ന്. അപ്പോൾ കറുത്ത കുന്ന് എന്നാണ് കലിബംഗൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കലിബംഗൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റാണ്. രാജസ്ഥാനിലെ ഗഗർ നദീ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിൻ്റെയും ഒക്കെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉറൂക്ക് നഗരം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉറൂക്ക് വാസ് എ സിറ്റി ഇൻ ഈജിപ്ത്, മെസൊപ്പൊട്ടേമിയ, ഗ്രീസ്, ചൈന. ഉറൂക്ക് നഗരം സ്ഥിതി ചെയ്തിരുന്നത് മെസൊപ്പൊട്ടേമിയയിലാണ്.
ഇന്നത്തെ ഇറാഖിലാണ് ഉറൂഖ് നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെയാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഇവിടെ വെച്ചാണ്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സിറ്റിയാണ് ഉറൂഖ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്നത്. ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റെപ്രസെൻസ്. ഇരുമ്പ് യുഗത്തിനെയാണോ, നവീന ശിലായുഗത്തിനെയാണോ, തമ്രശിലായുഗത്തിനെയാണോ, വെങ്കലയുഗത്തിനെയാണോ ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഇരുമ്പ് യുഗത്തിനെയാണ് ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ. ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുമ്പ് ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചതിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ത്രിപീഠകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ദ ത്രിപീഠികാസ് ആർ റിലേറ്റഡ് ടു. ത്രിപീഠിക എന്ന് പറഞ്ഞത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? അജീവികന്മാർ, ചാർവകന്മാർ, ജൈനന്മാർ, ബുദ്ധമതക്കാർ. അപ്പം ത്രിപീഠികാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ത്രിപീഠിക എന്ന് പറഞ്ഞത്. ബുദ്ധമതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥത്തെയാണ് ത്രിപീഠിക എന്നറിയപ്പെടുന്നത്. ഇത് പാലി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. 3 സെക്ഷനുകളായിട്ടാണ് ത്രിപീഠികാസ് എഴുതപ്പെട്ടിട്ടുള്ളത്. വിനായ പീഠക, സുത്ത പീഠക, അഭിധർമ്മ പീഠക എന്നിങ്ങനെ 3 പീഠകങ്ങളായിട്ടാണ് ത്രിപീഠകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം. ഇതൊക്കെ എന്താ? നിങ്ങൾക്കറിയാലോ, പ്രാചീന തമിഴകത്തെ ഭൂപ്രദേശത്തെ പ്രധാനമായിട്ടും 5 ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? ഐന്തിണകൾ എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. 5 തിണകളായിട്ടായിരുന്നു തിരിച്ചിട്ടുള്ളത്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. എന്നിങ്ങനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തെറ്റായിട്ടാണ് ഇവിടെ കൊടുത്തത്. ഓരോന്നിൻ്റെയും ഫീച്ചർ കൊടുത്തിട്ടുള്ളത് തെറ്റായിട്ടാണ്. അപ്പം ഇതിൽ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. ആ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണോ? അല്ല. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ തീരപ്രദേശമല്ല, കുന്നിൻ പ്രദേശമാണ്. അവിടുത്തെ ആളുകളുടെ തൊഴിൽ പ്രധാനമായും വേട്ടയാടലും പഴങ്ങൾ ശേഖരിക്കലുമായിരുന്നു. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ പ്രദേശമാണ്. അപ്പൊ ഇത് ശരിയാണ്. പാലൈ വരണ്ടുണങ്ങിയ പ്രദേശമാണ്. അവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ റോബറി ആയിരുന്നു പ്രധാന തൊഴിൽ. അവർ കള്ളന്മാരും ഒക്കെ ആയിരുന്നു അവിടെ ഉള്ള ആളുകൾ. മുല്ലൈ എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശമാണ് കൊടുത്തത് ഇവിടെ. പക്ഷെ കുന്നിൻ പ്രദേശമല്ല, ഫോറസ്റ്റ് ഏരിയ ആണ് മുല്ലൈ എന്ന് പറഞ്ഞാലും. ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും ഒക്കെ കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏരിയ ആണ് മുല്ലൈ എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി മേയ്ക്കലായിരുന്നു. മരുതം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഫെർട്ടൈൽ ലാൻഡാണ്, ഫലഭൂയിഷ്ടമായിട്ടുള്ള ലാൻഡാണ് മരുതം. കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ലാൻഡാണ്. അവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. അവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ 5 തിണകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 5 തിണകളും അവിടുത്തെ ഫീച്ചേഴ്സും പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൈറോഗ്ലിഫിക്സ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. ദ ടേം ഹൈറോഗ്ലിഫിക്സ് മീൻസ് ആപ്പിന്റെ ആകൃതിയിലുള്ളത്, ഫലഭൂയിഷ്ടമായ ചന്ദ്രകല, വിശുദ്ധമായ സ്ഥലം, വിശുദ്ധമായ എഴുത്ത്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞത്. ഈജിപ്തിൽ ഡെവലപ്പ് ചെയ്ത ഏർലി റൈറ്റിംഗ് സ്റ്റൈലാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം ഒരു ഗ്രീക്ക് വേർഡ് നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഹെറോയിസ് ആൻഡ് ഗ്ലിഫൈൻ എന്നിങ്ങനെയുള്ള 2 വേർഡ് നിന്നിട്ടാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പദം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധമായ എഴുത്ത് എന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി ഡെസിഫർ ചെയ്തത് ആരായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ഡിസിഫർ ചെയ്തത് ജീൻ ഫ്രാങ്കോയിസ് ചെമ്പോളിൻ ആണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്ന മഹാജനപദം ഏതാണ്? ദ മഹാജനപദ ദാറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. അസ്മകം, കോസലം, കംബോജം, അംഗം. നമുക്കറിയാലോ 16 മഹാജനപദങ്ങളാണ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 16 എണ്ണത്തിൽ ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മഹാജനപദം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം അസ്മകം ആണ് ശരിയായ ആൻസർ. ഒന്നാമത്തെ ഓപ്ഷനായ അസ്മകം ആണ് ശരിയായ ആൻസർ. ഈ അസ്മകം മാത്രമേ ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുള്ളൂ. ബാക്കി 15 മഹാജനപദങ്ങളും നോർത്ത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? Who described changes in the Neolithic age as Neolithic Revolution? ഇത് നമ്മൾ മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻസ് നോക്കൂ. ജോൺ മാർഷൽ, ആർ ഡി ബാനർജി, ഗോർഡൻ ചൈൽഡ്, അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഏതാ ആൻസർ ഏതായിരിക്കും? ഗോർഡൻ ചൈൽഡ് അല്ലേ? ഗോർഡൻ ചൈൽഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹം നിയോലിറ്റിക് റെവല്യൂഷൻ എന്നും അർബൻ റെവല്യൂഷൻ എന്നിങ്ങനെയുള്ള 2 ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നിയോലിറ്റിക് റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നും ഫാമിങ്ങിലേക്ക് വന്ന മാറ്റത്തെയാണ് അദ്ദേഹം നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യശിലായുഗ കേന്ദ്രമായ ബാഗോർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദ മീസോലിത്തിക് സൈറ്റ് ബാഗോർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. ബാഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടകം, ഗുജറാത്ത്. രാജസ്ഥാനിലാണ് ബാഗോർ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ ബിൽവാര ഡിസ്ട്രിക്റ്റിലാണ് ബാഗോർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വേട്ടയാടി ജീവിച്ചതിൻ്റെയും മൃഗങ്ങളെ വളർത്തിയതിൻ്റെയും ഒക്കെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ലാറ്റർ ഇയേഴ്സിൽ ഇവിടെ നിന്ന് നമുക്ക് ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ബാഗർ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീസോലിത്തിക് സൈറ്റ് ആണ്. നെയിം ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് മഗധ കിങ്ഡം. മഗധ രാജ്യത്തിന്റെ 2ാം തലസ്ഥാനത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാടലിപുത്രം, ഗാന്ധാരം, ഉജ്ജയിനി, രാജഗ്രഹം എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. രാജഗ്രഹം ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്യാപിറ്റൽ രാജഗ്രഹം ആണ്. ഒന്നാമത്തെ ക്യാപിറ്റൽ ഏതായിരിക്കും? ഒന്നാമത്തെ ക്യാപിറ്റലിന്റെ പേരാണ് ഗിരിവൃജ. പിന്നീട് മൗര്യൻ എംപയറിന്റെ കീഴിൽ പാടലിപുത്രം മഗധ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് എന്നീ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷത കണ്ടെത്തുക. ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം, സിഗുറാത്തുകൾ, കലണ്ടറിന്റെ നിർമ്മാണം, ജലഘടികാരത്തിന്റെ നിർമ്മാണം. ഈ 3 സംസ്കാരങ്ങളുടെയും പൊതു സവിശേഷത, ഈ 3 സംസ്കാരങ്ങളിലും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. കലണ്ടറിന്റെ നിർമ്മാണമാണ് ആൻസർ വരുന്നത്. ഈ 3 സംസ്കാരങ്ങളിലുള്ളവരും ടൈം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കലണ്ടറുകൾ നിർമ്മിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സംഘം വർക്ക് അകനാനൂറ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ്. അകനാനൂറ് എന്ന സംഘം കൃതി ഉൾക്കൊള്ളുന്ന വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. വ്യാകരണം, 8 തൊകൈ, 10 പാട്ട്, 11 കീഴ്കണക്ക്. ആൻസർ വരുന്നത് 8 തൊകയാണ്. 8 തൊകൈ എന്ന വിഭാഗത്തിലാണ് അകനാനൂറ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ദ കോസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡോസ് നോട്ട് ഇൻക്ലൂഡ് ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പം ആൻസർ ഓപ്ഷൻസ് നോക്കൂ. വെള്ളപ്പൊക്കം, വനനശീകരണം, ഒരു കേന്ദ്രീകൃത അധികാരത്തിന്റെ അഭാവം, കൃഷിയുടെ തകർച്ച. വനനശീകരണമാണ് കാരണങ്ങളിൽ ഉൾപ്പെടാത്തത്. ബാക്കി 3ഉം ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഡിക്ലൈനിന് കാരണമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളിൽ പ്രധാന സവിശേഷതയായിരുന്ന കേന്ദ്രം. റോക്ക് ഷെൽട്ടർ ഈസ് ദി സാലിയൻ ഫീച്ചർ ഓഫ്. ഏത് സ്ഥലത്തിന്റെ സാലിയൻ ഫീച്ചർ ആണ് റോക്ക് ഷെൽട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. ഹൻസ്ഗി, ആദംഗഡ്,
എടക്കൽ, ബിംബേഡ്ക. റോക്ക് ഷെൽട്ടർ എന്നുള്ള വേർഡ് കണ്ട നിങ്ങൾ ആലോചിച്ചോ, ബിംബേഡ്ക ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിന്റെ പേര് എഴുതാനാണ്. നെയിം ദ ഹാരപ്പൻ കൾച്ചറൽ സൈറ്റ് ഫ്രം വേർ ദ ബ്രോൺസ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് എ ഡാൻസിംഗ് ഗേൾ വാസ് ഡിസ്കവേർഡ്. വെങ്കല പ്രതിമ ലഭിച്ച ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിന്റെ പേര് എഴുതാം. ഇത് നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലെ. ഏതാണ്? മോഹൻജൊദാരോ. മോഹൻജൊദാരോ നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് ആണ്. അവിടെ നിന്നാണ് വെങ്കല പ്രതിമ, ഒരു ഡാൻസിങ് ഗേളിന്റെ വെങ്കല പ്രതിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നൈതൽ തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്തുക. ഐഡന്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദി തിണൈ നെയ്തൽ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെയ്തൽ തിണയുടെ സവിശേഷത എന്താണ്? നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.